സംസ്ഥാനത്ത് 5 വർഷമായി സർക്കാർ വകുപ്പുകളിൽ കായിക താരങ്ങളുടെ നിയമനം നടക്കുന്നില്ല. പ്രതിവർഷം വിവിധ വകുപ്പുകളിലായി 50 താരങ്ങൾക്ക് നിയമനം നൽകണമെന്നാണ് ചട്ടം. 1000-ഓളം കായിക താരങ്ങളാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കേരളത്തിന്റെ കായിക താരങ്ങൾ എവിടേക്ക് പോകുന്നു? ജീവിത പ്രാരാബ്ദങ്ങൾ തളർത്തുമ്പോൾ കളി മതിയാക്കി കൂലിപ്പണിക്ക് പോകുന്നവർ പോലും ഇക്കൂട്ടത്തിലുണ്ട്. നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. തുടർച്ചയായി 3 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചു. 2012 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്നു. 2010 നാഷണൽ കേരള ടീമിന് വേണ്ടി കളിച്ചു. ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. ദേശീയ വോളിബോൾ താരമായ അർഷാദ് ഒറ്റയല്ല. ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും കളിക്കളം വിട്ടൊഴിയേണ്ടി വന്നവരിൽ ഒരാൾ മാത്രമാണ്. സർക്കാർ ജോലിയുണ്ടെങ്കിൽ ഇവർ സംസ്ഥാനത്തിന്റെ പ്രശസ്തി ഉയർത്തും. ജോലിയും പരിശീലനവും ഇവിടെ കിട്ടാത്തതിനാൽ നാടുവിടുന്ന കായിക താരങ്ങളും ഏറെയാണ്. കബഡിയിൽ ജയ്പൂരിനും പൂനെക്കും കളിച്ചിട്ടുള്ള ഷബീർ ബാബു ഇപ്പോൾ മൈസൂരിലാണ്. ബാങ്കിൽ ജോലി കിട്ടിയ ഷബീർ കർണാടകയ്ക്ക് വേണ്ടി കളിക്കുന്നു. കളിച്ചാലും ആ റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല അവർക്ക്. അവിടെ എത്ര കളിച്ചാലും അവർ ആ ലെവലിൽ തന്നെ നിന്ന് പോകുന്നു. അതിലോട്ട് വരാൻ അവർക്ക് സാധ്യതയില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ച് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ പലർക്കും അപേക്ഷിക്കാനായില്ല. പുതിയ നോട്ടിഫിക്കേഷൻ സർക്കാർ മാറിയിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ദേശീയ തലത്തിൽ മുൻഗണനാ പട്ടികയിലുള്ള കായിക മത്സരങ്ങൾക്ക് പോലും കേരളം വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. താരങ്ങളുടെ പ്രകടനം ഉറപ്പുവരുത്താൻ സർക്കാർ വകുപ്പുകളിൽ നിയമനം നടത്തി പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അവഗണിക്കപ്പെടുന്ന കായിക മേഖലയെക്കുറിച്ച് ഇതുവരെ വിശദമായൊരു പഠനം പോലും നടന്നിട്ടില്ല. മനോരമ ന്യൂസ് അന്വേഷിക്കുന്നു. കേരളം ഇങ്ങനെ കളിച്ചാൽ മതിയോ? VS രഞ്ജിത്ത്, മനോരമ ന്യൂസ്, കോഴിക്കോട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത VS രഞ്ജിത്ത് ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. രഞ്ജിത്ത്, ഏതു ഘട്ടത്തിലാണ് ഈ വിധം നിയമനങ്ങൾ, കായിക മേഖലയിൽ നിന്നുള്ള നിയമനങ്ങൾ നിലച്ചുപോയത്? ഡെനിസിൽ, വിജയകുമാർ കായിക വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന കാലഘട്ടത്തിലാണ് കായിക താരങ്ങൾക്ക് 20 എന്ന കണക്കിൽ നിന്ന് 50 ആക്കി ഉയർത്തിക്കൊണ്ട് സ്പോർട്സ് കോട്ടയിൽ 50 കായിക താരങ്ങൾക്ക് പ്രതിവർഷം നിയമനം നടത്തും എന്ന് ഉത്തരവിറക്കിയത്. വിജയകുമാർ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലാണ്. അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം 5 വർഷത്തിന് ശേഷം 6ാം വർഷത്തിന്റെ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയമായിട്ടും ഈ ഘട്ടത്തിലെത്തിയിട്ടും കഴിഞ്ഞ 5 വർഷത്തേക്കുള്ള കായിക താരങ്ങൾക്ക് ഇതുവരെ നിയമനം നടത്തിയിട്ടില്ല. കണക്ക് പ്രകാരം ഏകദേശം 300ഓളം കായിക താരങ്ങൾക്ക് ഇതിനകം നിയമനം സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിയമനം നൽകേണ്ടതുണ്ട്. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് അത് വിവിധ വകുപ്പുകളിൽ ഫുട്ബോൾ, അതുപോലെ തന്നെ ക്രിക്കറ്റ്, ബോക്സിംഗ്, കബഡി തുടങ്ങി എല്ലാ ഡിസിപ്ലിനും പെട്ട കായിക ഇനങ്ങൾ പരിശോധിച്ച് അതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 50 പേർക്കാണ് പ്രതിവർഷം നിയമനം നടത്തേണ്ടിയിരുന്നത്. ഇതുവരെ ആ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനും ഇറങ്ങിയിട്ടില്ല. നേരത്തെ ഇറങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഏകദേശം 1000-ഓളം പേർ അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ അപേക്ഷയിൽ തന്നെ ചില ഇനങ്ങൾ, കളരി, ഫെൻസിംഗ് പോലുള്ള ചില കായിക താരങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടില്ല എന്ന പരാതി ഉയർന്നിരുന്നു. ആ പരാതിയെ തുടർന്ന് രണ്ടാമതൊരു നോട്ടിഫിക്കേഷൻ, അത്തരത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ കായിക താരങ്ങൾക്ക് വേണ്ടി രണ്ടാമതൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്ന് കായിക വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നിയമനമോ അല്ലെങ്കിൽ രണ്ടാമതൊരു നോട്ടിഫിക്കേഷനോ പിന്നീട് ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. ഏകദേശം 1000-ഓളം കായിക താരങ്ങൾ ഈ ഒരു നിയമനം പ്രതീക്ഷിച്ച് സംസ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്.